അതെ, ഈ ബിരിയാണിയൊക്കെ ഞാൻ വെച്ചാലും ആവും. ഒന്ന് കഴിച്ചു നോക്കിയേ. കൊള്ളൂല്ലേ? കുഴപ്പമില്ല. ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണല്ലോ വെച്ചത്. ആദ്യം നെയ്യ് ഒഴിച്ച് സവാള വഴറ്റി, പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു. അരി ഏതാട്ടത്? അരി അതേതോ ഒരു അരി. വെറുതെ അല്ല, ബിരിയാണി നന്നാവണമെങ്കിൽ മലയാളിയമ്മയുടെ കോല അരി തന്നെ ഉപയോഗിക്കണം. ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ദാ കണ്ടോ, നീളം കുറഞ്ഞതും നേർത്തതുമായിട്ടുള്ള നല്ല ഏജ്ഡ് റൈസ് ആണ് കോല. ബിരിയാണിക്കും നെയ്ച്ചോറിനും ഇറച്ചിച്ചോറിനും ഒക്കെ പറ്റിയ നല്ല ബെസ്റ്റ് അരിയാ. ഈ അരിക്ക് എന്താ എത്ര പ്രത്യേകത? ദം ചെയ്ത് വേവിക്കുമ്പോൾ മലയാളിയമ്മയുടെ ബിരിയാണി അരി പൊട്ടിപ്പോകില്ല. സ്റ്റാർച്ച് കുറവായതുകൊണ്ട് കൃത്യമായ വേവും ചോറ് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോഴും ടേസ്റ്റിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലോ? സംഭവിക്കും. നെയ്യുടെയും ചിക്കന്റെയും മസാലയുടെയൊക്കെ ഫ്ലേവർ നല്ലോണം അബ്സോർബ് ചെയ്യാൻ ഈ അരിക്ക് സാധിക്കും. നല്ല കല്യാണ ബിരിയാണിയുടെ മണം. അതുപോലെ വിളമ്പുമ്പോ ദാ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. സോഫ്റ്റ്, ഉഗ്രൻ ടേസ്റ്റ്. അരി മാറിപ്പോയില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് തകർത്തേനെ. ഇനിയിപ്പോ അങ്ങനെ പറയാം. മലയാളിമ കോല അരി, മലയാളത്തിന്റെ മനസ്സറിഞ്ഞ രുചി.